ഒരു സാധാരണ ബി.ജെ.പി. പ്രവർത്തകനെ തൊട്ടാൽ പോലും ബി.ജെ.പി. പാർട്ടി ഒരിക്കലും അയാളെ വെറുതെ വിടില്ല. മുച്ചൂടും നശിപ്പിച്ചേ അവർ അടങ്ങുള്ളൂ. ബി.ജെ.പിക്കാർ എന്നും ഒറ്റക്കെട്ടാണ്. തങ്ങളിൽ ഒരുത്തനെ തൊട്ടാൽ ആരും മിണ്ടാതിരിക്കില്ല. അതെവിടെയാണെങ്കിലും എതിർപക്ഷത്ത് ആരാണെങ്കിലും ബി.ജെ.പി. പ്രതികരിക്കുക തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ അണ്ണാമലയെപ്പോലെ ബി.ജെ.പിക്ക് അത്രയും പ്രിയപ്പെട്ട, അത്രയും വേണ്ടപ്പെട്ട ഒരാളെ പറയുകയാണെങ്കിൽ ബി.ജെ.പി. മിണ്ടാതിരിക്കുമോ? അതിനെതിരെ പറയാൻ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചിലപ്പോൾ രംഗത്ത് വന്നേക്കാം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലൈ ബി.ജെ.പിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന് പൊതുസമൂഹത്തിനും പാർട്ടി നേതാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രതികരണമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ അണ്ണാമലയെ വിമർശിച്ച മുൻ തെലങ്കാന ഗവർണറും ബി.ജെ.പി. നേതാവുമായ തമിഴിസൈ സൗന്ദരരാജനെ പരസ്യമായിട്ടാണ് അമിത്ഷാ താക്കീത് ചെയ്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ നടന്ന ഒരു സംഭവമാണ് തമിഴ്നാട്ടിലെ അണ്ണാമലൈ വിരുദ്ധരായ ബി.ജെ.പി. നേതാക്കളെ പോലും ഞെട്ടിച്ചിരിക്കുന്നത്. അമിത്ഷായും വെങ്കയ്യ നായിഡുവും സംസാരിച്ചുകൊണ്ടിരിക്കെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അടുത്തേക്ക് വന്ന തമിഴിസൈ കൈകൂപ്പി അമിത്ഷായെ അഭിവാദ്യം ചെയ്തിരുന്നു. പിന്നീട് തൊട്ടടുത്തിരുന്ന ജെ.പി. നദ്ദയെയും നിതിൻ ഗഡ്കരിയെയും അഭിവാദ്യം ചെയ്തു. ഈ സമയത്താണ് അമിത്ഷാ തമിഴിസൈയെ അടുത്തേക്ക് വിളിച്ചത്. വിരൽ ചൂണ്ടിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ സംസാരം. ശകാരിക്കുന്നതാണ് എന്ന്, കടുത്ത ഭാഷയിൽ തന്നെ ദേഷ്യപ്പെടുന്നതാണെന്ന് വ്യക്തമാകുന്ന മുഖഭാവങ്ങളും മാനറിസങ്ങളും അടങ്ങിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ വീണ്ടും ഗവർണർ പദവിയോ ബി.ജെ.പിയിൽ ഉന്നത സ്ഥാനമോ ആഗ്രഹിക്കുന്ന തമിഴിസൈ സൗന്ദരരാജന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ത്രിശങ്കുവിൽ ആയിരിക്കുകയാണ്. അണ്ണാ ഡി.എം.കെയുമായി സഖ്യം വേർപിരിഞ്ഞ ശേഷം മറ്റ് ചെറുകക്ഷികളെ ഒപ്പം നിർത്തി മത്സരിച്ച ബി.ജെ.പിക്ക് സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അണ്ണാമലയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പ്രധാനമന്ത്രി പരിഗണിച്ചുവെങ്കിലും തനിക്ക് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് താല്പര്യമെന്നാണ് അണ്ണാമലൈ അറിയിച്ചിരുന്നത്. അതായത് തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് സീറ്റുകൾ നേടിക്കൊടുത്തിട്ട് മാത്രമേ മന്ത്രി പദവിയിലേക്ക് എത്തുകയുള്ളൂ എന്നതാണ് അണ്ണാമലയുടെ നിലപാട്. ഇങ്ങനെ പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന അണ്ണാമലയ്ക്ക് എതിരായ ഒരു നീക്കവും വച്ച് പൊറുപ്പിക്കില്ലെന്നതാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ആ സന്ദേശം തന്നെയാണ് അമിത്ഷാ ഇപ്പോൾ പരസ്യമായി നൽകിയിരിക്കുന്നത്.